ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്, ഞാനിപ്പോ എടുത്തിട്ട് വരാം. സൃഷ്ടി, കാർത്തിക, നിനക്കറിയാലോ അല്ലേ നിന്റെ ഡ്രസ്സ് എന്തുമാത്രം വിലയുള്ളതാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു കവിത മാഡത്തിന്റെ ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ലാന്ന്. നിന്നേക്കാൾ കൂടുതൽ ഇഷ്ടം കവിത മാഡത്തിന് പൈസയോടാ. വാട്ട്? നോ, ഐ സ്വെയർ. കാരണം അത് സൃഷ്ടി, നീ അല്ല അതിങ്ങനത്തെ. ഒരു മിനിറ്റ്. ഇതാ നിന്റെ ബിൽസ്. ഞാനിതിലെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. നീ ഇട്ടിരുന്ന അതേ പ്രൈസിന് തന്നെ. ആൻഡ് യുവർ പെൻ. താങ്ക് യു. ആ ഡ്രസ്സിങ് തിരികെ തരൂ. ഇതെന്റെ മോളുടെ ഡ്രസ്സാണ്. കാർത്തികയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അവൾ കവിത നമ്പ്യാരുടെ മകളാണ്. അവൾ എന്തിലെങ്കിലും കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ അതവൾക്ക് കിട്ടിയിരിക്കും. എന്റെ മകളെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നെങ്കിൽ ഈ ബില്ലിൽ ഞാൻ ഒരിക്കലും സൈൻ ചെയ്യില്ലായിരുന്നു. ഐ ഗോട്ട് ഇറ്റ് മാം. മമ്മ എന്തിനാ ഇപ്പൊ സൃഷ്ടിയെ വഴക്ക് പറഞ്ഞേ? ഇവൾ എന്റെ ഡ്രസ്സ് തിരിച്ചു കൊണ്ടുപോകാനൊന്നും അല്ല വന്നത്. അത് ഇവരുടെ ടീമിൽ പുതിയൊരു ടൈലർ വന്നിട്ടുണ്ട്. അപ്പോ എന്റെ ഡ്രസ്സിന്റെ ഡിസൈൻ റിപ്പീറ്റ് ആകാതിരിക്കാൻ വേണ്ടിട്ട് അയാളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വന്നതായുള്ളു. അതിന് വെറുതെ വഴക്ക് പറയണമായിരുന്നു അവളെ. ഓ മൈ ഗോഡ്, എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനുള്ള ഇവളുടെ ട്രിക്കായിരുന്നല്ലേ ഇത്? ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വിധിക്കുന്നതേ കൊയ്യുള്ളെന്ന്. പക്ഷെ ഇന്നത്തെ ദിവസം ഞാനാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് കവിത മാം. നീ എന്താ കാണിച്ചേ? ഒന്നുമില്ലെന്നേ. ബട്ട് ഐ സ്വെയർ, ഇന്ന് നീ എനിക്ക് ചെയ്തത് വളരെ വലിയൊരു സഹായമാ. സീരിയസ്ലി. എങ്ങനെ? അതെന്താന്ന് വെച്ചാ കവിത മാം ഈ ബിൽസ് സൈൻ ചെയ്തില്ല. ഞാൻ ഡബിൾ പ്രൈസ് ആയിട്ടിരിക്കുന്നതെന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നീ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോ. എല്ലാ ബിൽസും ജെനുവിനാ. ആക്ച്വലി നിന്റെ അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നോണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഞാൻ പകുതി സാധനങ്ങൾ ക്രെഡിറ്റിലാ വാങ്ങിയെന്ന്. എസ്പെഷ്യലി യുവർ ഡ്രസ്സസ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ പൈസ തന്നില്ലെങ്കിൽ ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. അയ്യോ, നീ എന്തിനാ ഒളിക്കുന്നേ? നീ ഇളയതല്ലേ, നിനക്കിതൊന്നും കുഴപ്പമില്ലല്ലോ. മുന്നോട്ട് നിൽക്കേ. ഞാൻ ചിലപ്പോ ഇളയതായിരിക്കാം, എങ്കിലും അയാന്ത് കിരൺ നമ്പ്യാരാ. എനിക്കൊരു ഇമേജ് ഉണ്ട് ഏട്ടാ. ഓക്കെ, ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്. അവരെങ്ങാനും എന്നെ ഈ കോലത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്റെ മാനം കപ്പൽ കയറും. വരൂ 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 വരൂ. അമ്മയുടെ മുറി അവിടെയാണ്. നിങ്ങൾ രണ്ടുപേരും ചെന്നിട്ട് അവന്റെ ഡ്രസ്സ് മാറിക്കോളൂ. ചെല്ലേ. നീ എന്താ അവിടെ തന്നെ നിന്ന് ചിരിക്കുന്നേ? അമ്മയുടെ മുറിയുടെ തൊട്ടടുത്താ നിന്റെ മുറി. നീ ചെന്ന് ഡ്രസ്സ് മാറി. ചെല്ല് ചെല്ല് ചെല്ല്. അവരെന്താ മാവിനകത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചോ? പൃഥ്വി, എനിക്കറിയാം നീ വളരെ അപ്സെറ്റ് ആണെന്ന്. നമ്മുടെ മുഴുവൻ പ്ലാനുകളും പൊളിഞ്ഞു പോയി. നമ്മുടെ രണ്ട് ശത്രുക്കളും ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. നമ്മൾ രണ്ടും ഒരു കടുകുമണി വ്യത്യാസത്തില തോറ്റത്. ഇറ്റ്സ് ഓക്കേ. നമ്മൾ തോൽക്കാനുള്ള കാരണം ഈ പൃഥ്വി അവരെ ജയിക്കാൻ വിട്ടതുകൊണ്ടാണ്. And this will be the first and last time ആ കിരണിന്റെ വിജയവും അറക്കൽ ഫാമിലിയുടെ സന്തോഷവും ആഘോഷമൊക്കെ അവസാനത്തേതാണ്. This will be the first and last time. ഞാൻ ഈ ഗെയിമേ തോറ്റുള്ളൂ, മത്സരം തോറ്റിട്ടില്ല. ഞാൻ ഇതുവരെ തോൽവി സമ്മതിച്ചിട്ടില്ല. നീ കണ്ടോളൂ, ഞാൻ എന്തെങ്കിലും ഇനി പ്ലാൻ ചെയ്തിരിക്കും. ഞാൻ തീർച്ചയായും പ്ലാൻ ചെയ്തിരിക്കും. അവരെ എന്നേക്കുമായി നശിപ്പിക്കുന്ന ഒരു പ്ലാൻ. അവരുടെ കഥ എന്നേക്കുമായി ഞാൻ തീർത്തു കളയും. നീ കാത്തിരുന്ന് കണ്ടോ. ലിസൺ, എനിക്കറിയാം നീ എന്ത് ചെയ്താലും ഞാൻ കൂടെയുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയേ. അതെ ബേബി, ഇത്തവണ ഞാൻ വളരെ വലിയൊരു പ്ലാനാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നിനക്കറിയാമോ ഇത്തവണ നമ്മുടെ പ്ലാനിൽ ആരാണ് കൂടെ ഉള്ളതെന്ന്? ആര്? നിന്റെ അമ്മ.
നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ? നിനക്കറിയാലോ എന്റെ അമ്മയ്ക്ക് നിന്നോട് എത്രമാത്രം വെറുപ്പുണ്ടെന്ന്. അമ്മ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. നീ ഒരിക്കലും നന്നാകില്ല അല്ലേ? അവസരം വന്നില്ല, അതിനു മുമ്പേ പാനിക്കാകാൻ തുടങ്ങി. ബേബി റിലാക്സ്. നിന്റെ അമ്മ നമ്മുടെ പ്ലാനിന്റെ ഭാഗമാകും, പക്ഷെ അത് അവരറിയുക പോലുമില്ല. അവർക്കൊരു ധാരണ ഉണ്ടാകില്ല അവർ നമ്മുടെ പ്ലാനിന്റെ ഭാഗമാണെന്ന്. നിന്റെ അമ്മയെ നമ്മൾ നല്ലൊരു ഇരയാക്കി. നമ്മൾ നമ്മുടെ തന്ത്രമനെ. ഏട്ടാ ഒന്ന് വേഗം വാ, പെട്ടെന്ന് പോണം. നിന്റെ നാണം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നീ പെണ്ണാണെന്ന്. ഒന്ന് വേഗം വന്നേ. കിരൺ, എടാ ഈ വസ്ത്രങ്ങൾ വളരെ വിചിത്രമാണ്. ആരെങ്കിലും കണ്ട എന്ത് ചെയ്യും? നിനക്ക് ഇനിയും ടവല് വേണമായിരുന്നോ? വേണ്ട, എനിക്കൊന്നും വേണ്ട, നീ കൊണ്ടുവയ്ക്കോ. ഈ ടവലെന്നാ എനിക്ക് വേണ്ട വേണ്ട, ഈ ടവൽ എനിക്ക് വേണം. എന്താ നീ ഉടുപ്പിട്ട് കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ ഈ ടവല്? അധികം തന്നെ വേണ്ട, അതെനിക്ക് തണുക്ക, അതുകൊണ്ടാ. നന്നായിട്ട് തണുക്ക എനിക്ക്. മുംബൈയിൽ നിനക്ക് തണുക്കുന്നോ? എന്താടി കാണിക്കുന്ന? ടവല് വിട, എനിക്ക് തണുക്കെന്ന് പറഞ്ഞില്ലേ? എന്താ ഇവിടെ ഒരു ബഹളം? ഇതിട്ട് ഏട്ടനെ കണ്ടപ്പോ എന്ത് ഫണ്ണി ആയിരിക്കും അല്ലേ? നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഞാനാണെന്നേ തോന്നൂ. ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ഏട്ടാ. രോഹിതേടാ, അങ്ങനെയൊന്നുമില്ല. രോഹിതേട്ടനെ കണ്ടിട്ട് ഫണ്ണി ആയിട്ടൊന്നുമില്ല. ഇൻഫാക്ട് രോഹിതേട്ടനെ കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് രോഹിതേട്ടനെ ഇങ്ങനത്തെ ഡ്രസ്സിൽ കണ്ട് ശീലമില്ലല്ലോ, അതുകൊണ്ട് അല്പം സ്ട്രേഞ്ച് ആയി തോന്നുന്നേ. പക്ഷേ ഈ ഡ്രസ്സില് ശരിക്കും നിങ്ങള് സീരിയസ് അല്ല, മറിച്ച് നല്ല സ്മാർട്ട് ആയിട്ടാ തോന്നുന്നേ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ ഈ ഡ്രസ്സുകളാ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൂട്ട് ആവുന്നേ. നിങ്ങൾ ശരിക്കും ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇടുന്നതാവും നല്ലത്. യു ആർ ലുക്കിംഗ് വെരി ഹാൻസം. അല്ല, അങ്ങനെയൊന്നുമില്ല. എനിവേസ് താങ്ക് യു പ്രീത. താനെന്തായാലും അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇത് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ? സോ കൂൾ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സോറി കിരൺ സർ, സാറിത് എന്താ ഇട്ടിരിക്കുന്നേ? ലുക്കിംഗ് സോ ഫണ്ണി. സോറി, കാണാൻ നന്നായിട്ടുണ്ട്. നിന്റെ പേഴ്സണാലിറ്റിക്ക് നന്നായി സൂട്ട് ആവുന്നുണ്ട് ഈ ഡ്രസ്. ശരിക്കും തെരുവിലൊക്കെ ചാടി കളിക്കുന്ന കുരങ്ങില്ലേ, അതുപോലെ എപ്പോ നീ ചാടി മറിയോന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. ഞാനങ്ങനൊന്നും പറഞ്ഞില്ല, പ്രീത ചേച്ചിയാ. പ്രീത അറക്കൽ, എന്നെ കളിയാക്കുന്നത് നിർത്തിക്കോ നീ. ഓക്കെ, അതെ നോക്കിക്കേ രോഹിതേട്ടാ, ഈ ഡ്രസ് കണ്ടോ എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നേ? ഓഹോ, അപ്പൊ നീ എനിക്ക് ഈ ഡ്രസ് മനപ്പുറം തന്നല്ലേ? ഞാനിത് ഇടുമ്പോ എന്നെ കളിയാക്കാൻ വേണ്ടി നിനക്കൊരു അവസരം വേണം എന്നെ കളിയാക്കാനായിട്ട്, റൈറ്റ്? ഓ ഹലോ, ഞാൻ എപ്പോഴാ നിനക്ക് ഈ ഡ്രസ് തന്നെ? അകത്ത് വേറെ എന്തുമാത്രം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. നീ തന്നെ ഇത് ചൂസ് ചെയ്തേ. എന്താ കാരണം എനിക്കറിയാം. ഒരു മനുഷ്യന്റെ മെന്റൽ ലെവലൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചായിരിക്കും അവന്റെ ഇഷ്ടങ്ങള്. അപ്പൊ അതിന്റെ അർത്ഥം നിന്റെ ഏട്ടൻ എപ്പോഴും കുട്ടിയാണല്ലേ? അല്ല കിരൺ സർ, ചേട്ടൻ ഈ ഡ്രസ് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇടാൻ വാങ്ങിയതാ. പ്രീത അറക്കൽ, നീ എന്നെ മന്ദബുദ്ധിയാക്കുന്നത് മതിയാക്കുന്നേ നല്ലത്. ഓക്കെ, നിന്നെ മന്ദബുദ്ധിയാക്കുന്ന ആരാന്നാ പറഞ്ഞു വരുന്നേ? ഞാനെന്താ തെറ്റിയത്? നീ തന്നെയല്ലേ ഡ്രസ് ചൂസ് ചെയ്ത്, എന്നിട്ട് എന്നെ ബ്ലെയിം ചെയ്യാൻ നോക്കുന്നു. നോക്ക്, സ്റ്റോപ്പ് ഇറ്റ്. ഇല്ലെങ്കിൽ എന്താടി നീ എന്നെ എന്ത് ചെയ്യുന്ന? ഇല്ലെങ്കിൽ ഞാൻ ഇനിയും പൊട്ടിച്ചിരിക്കും. പിന്നെ ഇത്തവണ സൃഷ്ടിയും കൂടി ചേർന്ന് ചിരിക്കും, അല്ലേ സൃഷ്ടി?
സാർ ഞാൻ ചിരിക്കല്ലോ കേട്ടോ. പ്ലീസ് ഡോണ്ട് മൈൻഡ് മൈ എക്സ്പ്രഷൻ. ശരി, ഇവിടെ നിന്ന് മാറി. എന്തായാലും നീ ഈ ടവല് തിരികെ തന്നല്ലോ. ഈ ടവല് എന്റെ താടി, നീ എങ്ങോട്ട് ഇത് എടുത്തോണ്ട് പോകുന്നേ? ഈ ടവല് ഞങ്ങളുടെ നിന്റേതാണെങ്കിൽ പിന്നെ എന്തിനാടി എനിക്ക് തന്നെ? എനിക്ക് തന്നേ പറ്റൂ. ഇങ്ങോട്ട് എടുക്കാം, ഇങ്ങോട്ട് എടുക്കാം. ഓ മൈ ഗോഡ്, അതായത് ചേച്ചി ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞ് കളിയാക്കിയതല്ലേ? അത് സത്യമായോ? റിയലി ആക്ച്വലി സംഭവിക്കുവാണോ? ഒരമ്പം 2 ലക്ഷവും, ഒരു കാമുകയും 2 കാമുകന്മാരും. ഓ ഗോഡ്. നീ എത്ര ക്ലംസി ആണ് കിരൺ. വാട്ട്? ഞാനാണോ ക്ലംസി അതോ നീയാണോ ക്ലംസി? നീ ഒരു കാര്യം പറഞ്ഞ എന്നോട്. അതായത് നീ എവിടത്തേലും ക്യൂനോ മഹാറാണിയോ മറ്റോ ആണോന്ന്. നീ നിൽക്കുമ്പോ നിന്റെ ഇത്രയും കിലോമീറ്റർ ആരും നിൽക്കാൻ പാടില്ല അല്ലെ? ആരും അനങ്ങാനും പാടില്ല. ആ ക്ലംസി ഞാനല്ല, നീ അടി വൃത്തിയായിട്ടവളെ. ക്ലംസി ഞാനല്ല, ക്ലംസി നീയാണ്. നീ അല്ലടി ഈ ടവൽ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത്. ഇത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇങ്ങോട്ട് എടുക്കണേ. ഇങ്ങോട്ട് എടുക്കാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ കുട്ടികളെ പോലെ വഴക്കിടുന്നേ? പ്രീത, താൻ പറഞ്ഞ എന്നാ ശരി. ഇവൻ എന്തോ കുഴപ്പമുണ്ട്. രാവിലെ എന്നോട് ഇങ്ങനെ തന്നെയായിരുന്നു. ശരിയല്ലേ? ഒരു മിനിറ്റ്, സാറിനെ വന്ന് ഇടിച്ചു എന്ന് പറഞ്ഞ? ആ എന്ന് വെച്ചാ എനിക്കറിയില്ല ആരെ ഓർത്തുണ്ടോ നടക്കുന്നത്. കിരൺ സാർ, ആരെ പറ്റിയ സാർ ചിന്തിച്ചാണ് നടക്കുന്നത്? നിന്റെ ഈ പ്രീത ചേച്ചിയില്ലേ, ഇവൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ സൃഷ്ടി. അത് ഞാൻ സമ്മതിച്ചു സാർ. അതൊന്നും വേണ്ട സൃഷ്ടി. നീ ഇവന്റെ സൈഡൊന്നും പിടിക്കാൻ നോക്കണ്ട. ഇതില് പ്രീതിയുടെ ഒരു കുഴപ്പമില്ല. തെറ്റ് മുഴുവൻ ഇവന്റെ അല്ലേ? നോട്ട് ഫെയർ രോഹിത് സാർ. ഇതില് ചേച്ചിയുടെ കുഴപ്പവും ഉണ്ടല്ലോ. ചേച്ചിയും ടവല് വലിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? സൃഷ്ടി, നീ ഒരു കാരണമില്ലാതെ എന്തിനാ കിരണിനെ സപ്പോർട്ട് ചെയ്യുന്നേ? കുഴപ്പം അവന്റെ തന്നെയാ. അത് ശരി. അപ്പൊ സാറ് ചേച്ചി എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതോ ഒരു കാരണമില്ലാതെ? അതെന്തിനാ? അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും കാരണമുണ്ടോ ഞങ്ങൾക്കറിയാത്ത? രോഹിത്, കിരൺ, നിങ്ങളിത് എവിടെയാ? പെട്ടെന്നൊന്ന് പുറത്തേക്ക് വാ. അമ്മ എത്ര നേരം വിളിക്കുന്നു. ഞങ്ങൾ ഈ വസ്ത്രം ഇട്ട് ഇവിടെ നിന്ന് പോകുന്നില്ല. ദാറ്റ്സ് ഫൈനൽ. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. അയ്യോ കിരൺ സാർ, ഒരു മിനിറ്റ്, ഞാൻ പുതിയ ഡ്രസ് എടുത്തു തരാം. സാറ് വാ. ദാറ്റ്സ് ഗുഡ് സൃഷ്ടി. എന്നാ വേഗം പോയി നോക്കാം. കൊള്ളാലോ രോഹിത് മോനെ, നീ ഉടുപ്പിട്ടപ്പോൾ നീ വളരെ ഹാൻഡ്സമും സ്മാർട്ടും ആയിട്ടുണ്ടല്ലോ. നിന്റെ പേഴ്സണാലിറ്റി തന്നെ കുറച്ച് കളർഫുൾ ആയി മാറിയിട്ടുണ്ട്. ഐ മീൻ ഡെയിലി വിയർ ആയ നിനക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സും ഇടാലോ. നന്നായി നിനക്ക് സൂട്ട് ആവുന്നുണ്ട്. അത് കൊള്ളാം. നിനക്ക് ചേരുന്ന ഡ്രസ്സാണല്ലോ കിട്ടിയിരിക്കുന്നേ. രാധിക ആന്റി, ആന്റി ഇതിനു മുൻപ് ഇവനെ കണ്ടില്ലല്ലോ. ആദ്യം ഇതിനൊക്കെ നല്ല ക്യൂട്ട് കുട്ടിക്കുരങ്ങൻ അല്ല, ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. വണ്ടി ഞാൻ ഓടിച്ചോളാം അമ്മേ. എടാ നിക്ക്, ഞങ്ങളും. ഇവന് പെട്ടെന്ന് എന്താ പറ്റിയേ? എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നേ? അമ്മയ്ക്കറിയാലോ അവന്റെ മൂഡ് വസ്ത്രം മാറുന്ന പോലെ ഉള്ളൂന്ന്. ഞാൻ പോയി നോക്കാം. അമ്മയും വാ. ശരി സാറല്ലേ, ഞാൻ പോവുകയാണേ. വൈകുന്നേരം വരാൻ. ശരി രാധിക, ഞങ്ങൾ എത്തിക്കോളാം. ശരി മോളെ. ശരി, അങ്ങനെ കേട്ടെ. കുരുത്തം കെട്ട പെണ്ണ്. ഞാൻ അറിയാതെ പറഞ്ഞതാ. എന്ത് കാര്യത്തിന് നീ അവനെ കളിയാക്കിയേ? ഇപ്പൊ കണ്ടില്ലേ മുഖം വീർപ്പിച്ച് നടക്കുന്നേ? എന്താ പറഞ്ഞേ? ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അപ്പൊ അവൻ പറയാ ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലോ. ഞാനിപ്പോ വരാം.
അതെ സൃഷ്ടി, എന്താ കാര്യം? എങ്ങനെയൊക്കെ വെച്ചോണ്ട് എങ്ങോട്ട് പോവാ? നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും വഴക്കിട്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല ചേച്ചി, വെറുതെ ഒന്നും വിചാരിക്കണ്ട. അമ്മേ, അമ്മ പറ. ഏയ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കിടയിൽ എന്ത് സംഭവിക്കാനാ? സൃഷ്ടി, ഞാൻ മന്ദബുദ്ധിയൊന്നുമല്ല, എനിക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ണി നോക്കുന്നേയില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുമില്ല, ചിരിക്കുന്നത് പോലുമില്ല. ഉറപ്പായും വഴക്കിട്ട് കാണും. ഇനി പറ, എന്തിനാ വഴക്കുണ്ടാക്കി രണ്ടുപേരും? ചേച്ചി തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാ. അതിപ്പോ സ്വന്തം അമ്മയായാലും ശരി. മക്കൾക്ക് തെറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? പക്ഷെ അമ്മയ്ക്ക് തെറ്റൊന്നും ചെയ്തു കൂടാനും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെന്തുവാ ഇങ്ങനെ? ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചേ? ഇവരെന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? ഞങ്ങൾക്കറിയാം, പക്ഷെ നീ അവരോടല്ലേ ചോദിച്ചത്. ഞങ്ങളോട് ചോദിച്ചിരുന്നെ ഞങ്ങൾ ഉടൻ പറഞ്ഞേനെ. എന്നാ ഇപ്പൊ ചോദിച്ചിരിക്കുന്നു, ഇനിയെങ്കിലും എന്നോട് പറ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് വിഷമം വരുന്നു. എന്റെ മോളെ, എപ്പോഴത്തെയും പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ സൗന്ദര്യ പിണക്കം. പക്ഷെ വഴക്കിന്റെ കാരണം എന്താ? ആരെങ്കിലും എന്റെ അടുത്തൊന്ന് പറ. കാരണം നീ തന്നെയാ. നിന്നെ അറസ്റ്റ് ചെയ്തില്ലേ? അപ്പൊ സൃഷ്ടി ഇവിടെ വന്ന് നിന്റെ അമ്മയുമായി നല്ല വഴക്കായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു പറയാതിരിക്കുക ഭേദം. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരി നിന്റെ അമ്മയാണെന്ന് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. 2 മണിക്കൂർ നേരം ഇവര് രണ്ടുപേരും ചേർന്ന് ഈ വീട് തന്നെ തല തിരിച്ചു വെച്ചു. എന്താ? ഈ സൃഷ്ടിയുടെ തലയിൽ ഒന്നുമില്ല. ഇവൾക്ക് ശരിക്കും വട്ട. അമ്മ പറയുന്നതിൽ കാര്യമുണ്ട് മുത്തശ്ശി. അതെ മോളെ, നിന്റെ അമ്മ എന്താ മോശക്കാരിയാണോ? അവള് കേറി എന്തു പറയാനാ, സൃഷ്ടിയെ അടിക്ക വരെ ചെയ്തു. അമ്മ സൃഷ്ടിയെ അടിച്ചായിരുന്നോ? അതെ. മുത്തശ്ശി എന്തായി പറയുന്നേ? സൃഷ്ടിയെ അമ്മ അടിച്ചെങ്കിൽ പിന്നെ ഉറപ്പായും അവൾ ഇനി അമ്മയോട് സംസാരിക്കില്ല. നിന്റെ അമ്മ കീഴടങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോ നിന്റെ അമ്മ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും നിന്റെ അനിയത്തി ഇങ്ങോട്ടൊന്ന് ഓരോരു വേണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ അമ്മയെ ഭ്രാന്ത് പിടിപ്പിച്ച. അവൾ ഇളിയ കുട്ടിയില്ലേ? അവൾക്കങ്ങ് ഇളിയതായി തന്നെ ഇരുന്നാ പോരെ. നിന്റെ അമ്മ ഇനി അവളോട് സംസാരിക്കുമെന്ന് തോന്നുന്നേ ഇല്ല. പക്ഷെ അതെങ്ങനെ ശരിയാകാന്? അമ്മയും സൃഷ്ടിയും പരസ്പരം സംസാരിക്കാതിരുന്ന പിന്നെ ഈ വീട് എങ്ങനെ ഒരു വീടാവുക? പക്ഷെ മോളെ, നിനക്കറിയാവുന്നതല്ലേ, രണ്ടുപേരും പിടിവാശിക്ക് ഒട്ടും പുറകിലോട്ടല്ലെന്നുള്ളത്. ശരി, വിഷമിക്കാതെ. ഞാൻ കാരണമല്ലേ വഴക്കുണ്ടായത്. ഞാൻ തന്നെ ഇടപെട്ട് ഇവര് തമ്മിലുള്ള പിണക്കം തീർക്കും. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ തന്നെ നിൽക്കണം. ഇതൊരു നല്ല കാര്യമല്ലേ? ഉറപ്പായി ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കും. എന്താ ചെയ്യണ്ടേ? അത് ഇനി വേണം ആലോചിക്കാൻ. നിനക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? മുത്തശ്ശി? സാക്ഷാൽ മുത്തശ്ശി. നിന്നോട് ഞാൻ ഇത് പറയാനാ വന്നത്. ടൈം ഉണ്ടല്ലോ, അതാർക്ക് വേണ്ടിയും കാക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. സർലയുടെയും സൃഷ്ടിയുടെയും ഇടയിലുള്ള ഈ പരിഭവങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിച്ചേ തീരൂ. ഈ വീടെന്തോ ഉറങ്ങിയ പോലുണ്ട്, ഒരനക്കവും ഇല്ല. എനിക്കിതൊട്ടും ഇഷ്ടമല്ല. മുത്തശ്ശി വരുന്ന വളരെ ശരിയാണ്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. അമ്മയും സൃഷ്ടിയുമായി സംസാരിക്കാതിരുന്ന പിന്നെ വീടിന്റെ സാഹചര്യം തന്നെ ഒരുമാതിരിയാകും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട്? നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്താ? ആന്റിക്ക് അറിയാലോ രണ്ടുപേരും എങ്ങനെയാണെന്ന്. നല്ല വാശിക്കാരാ. അവര് രണ്ടുപേരും ഒരു പോയിന്റ് പിടിച്ചാലുണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എങ്ങനെ ഇവരെ ഒന്നിപ്പിക്കാനാ? പിന്നെ നീ എന്തിനാ ഡോക്ടറാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? ഞാൻ വിചാരിച്ചത് നിനക്ക് വലിയ ബുദ്ധിയാണെന്നാ. എന്ത് പ്രശ്നം ഉണ്ടായാലും നിനക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന്. പക്ഷെ എന്നിട്ടിപ്പോ? സോറി ജാനകി ആന്റി, ആന്റിയുടെ വിശ്വാസം പൂർത്തീകരിക്കാൻ എനിക്കായില്ല. എന്റെ മന്ദബുദ്ധി ജാനകി, നീ എന്താ വിചാരിച്ചേ? ഇവളും ആ വട്ടുപിടിച്ച സൃഷ്ടിയെ പോലെയാണെന്നാണോ? എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു കൂട്ടി ചെയ്യാൻ വട്ടുപിടിച്ച കാര്യങ്ങളൊക്കെ. അവൾ സരളയെ വീഴിക്കാൻ നോക്കിയില്ലേ? അത് കേട്ടപ്പോ എനിക്ക് ചെറിയ കുഴപ്പമൊക്കെ തോന്നിയതാ. അതുകൊണ്ടാ ഞാനും കൂടെ കൂടി. എനിക്ക് ചിരി വന്നു, പക്ഷെ പിന്നെ അത് ഗുലുമാലായി. ഇല്ല, ഒരു മിനിറ്റ്. ആരെ വീഴ്ത്തിക്കാനാ? എന്താ പ്ലാൻ? എന്നോടൊന്ന് പറ. അതൊരൊന്നൊന്നര പ്ലാനായിരുന്നു. പക്ഷേ ചേച്ചി വീഴാൻ പോകും മുമ്പ് തന്നെ കണ്ടുപിടിച്ചു. അമ്മ വീഴ്ത്തിക്കാനുള്ള പ്ലാനായിരുന്നു? അതെ, അത് മറ്റാരുടെ അല്ല, നമ്മുടെ സൃഷ്ടിയുടേതായിരുന്നു.
അവളാണിതുണ്ടാക്കിയേ. ആ, അവൾ വിചാരിച്ചത് ഞങ്ങൾ വഴിയിൽ എണ്ണ വീഴ്ത്തുവാണെങ്കിൽ ചേച്ചി വരുമ്പോ തെന്നി വീഴുമല്ലോന്ന്. എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും ചേച്ചിയെ സഹായിക്കാൻ പാടില്ല. അപ്പോ പ്രീത ഓടി വന്ന് അവളെ എഴുന്നേൽപ്പിക്കുമ്പോ ചേച്ചിയുടെ മനസ്സിൽ ഒത്തിരി സന്തോഷമാവും. അങ്ങനെ അവര് തമ്മിൽ കൂട്ടാവും. അങ്ങനെ അവര് തമ്മിലുള്ള പ്രശ്നം അവസാനിക്കുമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഈ പെണ്ണുണ്ടല്ലോ ഒരു ഭ്രാന്തിയോ. രണ്ട് പൊട്ടിക്കാണ് എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നത്. ഇതൊക്കെ ഒരു പ്ലാനാണോ? എണ്ണ ഒഴിച്ച് അമ്മയെ വീഴ്ത്തിക്കാനോ? അമ്മയ്ക്ക് എത്ര വയസ്സായെന്ന്? താഴെ വീണ് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സൃഷ്ടിയുടെ പ്രായമാണോ അമ്മയ്ക്ക്? അവിടെ വീണിരുന്ന് ചെറിയ വല്ല ഒടിവോ? ചെറിയ വല്ല ഒടിവാണേൽ അവൾക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും. ഐഡിയ